നമുക്ക് ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റിലേക്ക് കടക്കാം. എന്താണ് ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് റൈവൽറി, അല്ലെങ്കിൽ എന്താണ് അവരുടെ റാപ്പ് ബീഫ്, എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ അമേരിക്ക ആണല്ലോ, അപ്പോൾ ഈ വെസ്റ്റും ഉണ്ട് ഈസ്റ്റും ഉണ്ട്. ആ 2 ടീംസാണ് മെയിനായിട്ടുള്ളത്. അതിലെ എനിക്ക് ഈസ്റ്റ് വെസ്റ്റ് എപ്പോഴും മാറിപ്പോകും. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കാണ്. ഓക്കെ, വെസ്റ്റ് കോസ്റ്റാണ് ലോസ് വെസ്റ്റിൽ ലോസ് ആഞ്ചലസിൽ മെയിൻ ടീംസ് ആയിരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഗാങ്സ്റ്റർ റാപ്പിൻ്റെ ഒക്കെ ഒരു സംഭവം മെയിനായിട്ട്. ഫസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് NWA എന്ന് പറഞ്ഞിട്ടുള്ള അതിനെക്കുറിച്ചൊരു സിനിമയുണ്ട്, സ്ട്രൈറ്റ് ഔട്ട് ഓഫ് കോംപ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ തന്നെയുണ്ട്. അപ്പോൾ കോംപ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മെയിനായിട്ട് ഈ റാപ്പേഴ്സൊക്കെ വരുന്നത്. കെൻഡ്രിക്കൊക്കെ അവിടെ നിന്നാണ് ആ സ്ഥലത്ത് നിന്നാണ് ഉള്ളത്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ബർത്ത് പ്ലേസ് ഓഫ് ഒരു ഗാങ്സ്റ്റർ റാപ്പ് പോലത്തെ സ്ഥലമാണത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് അറിയുന്ന ആളായിരിക്കാണ് ഡോക്ടർ ഡ്രെ. അവിടെ നിന്നാണ് ഡോക്ടർ ഡ്രെ, അറിയാമല്ലോ. ഡോക്ടർ ഡ്രെ അവിടെ നിന്നാണ് നമ്മുടെ എമിനെമിനൊക്കെ സൈൻ ചെയ്ത ആൾ. മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, ടിൻ 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 ആ സാധനം. പിന്നെ ഐസ് ക്യൂബ്, സ്നൂപ്പ് ഡോഗ്, ഇവരൊക്കെ അവിടെ നിന്നാണ്. ഓക്കെ, ലോസ് ആഞ്ചലസ് എന്നാണ്, കാലിഫോർണിയ. ഇനി നമ്മുടെ ന്യൂയോർക്കിൽ ഈസ്റ്റ് കോസ്റ്റിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ നൊട്ടോറിയസ് B.I.G, പുള്ളിയാണ് ഒരു മെയിൻ ആൾ. പിന്നെ വൂട്ടാങ് ഉണ്ട്, വൂട്ടാങ് ക്ലാൻ അവിടെ നിന്നാണ്. JC, DMC, നാസ്, ബസ്റ്റ റൈംസ്, 50 സെൻറ്റ്, ഇവരൊക്കെ ന്യൂയോർക്കിലാണ്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, ഇവർ തമ്മിൽ അടിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ അടിയൊന്നുമില്ല. ഇപ്പോൾ 50 സെൻറ്റും ഡോക്ടർ ഡ്രെയും എമിനോ ഒക്കെയാണ് മെയിൻ കട്ട ഫ്രണ്ട്സ്. 50 സെൻറ്റ് ന്യൂയോർക്കിലാണ്, കാലിഫോർണിയ മറ്റേ ലോസ് ആഞ്ചലസിലെ ആണ് ഡോക്ടർ ഡ്രെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അടിയൊടിയൊന്നുമില്ല. അവരുടെ മെയിൻ ട്രാക്കൊക്കെ ഡോക്ടർ ഡ്രെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ട്രാക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മെയിനായിട്ട് അവരുടെ എമിനമിൻ്റെ റെക്കോർഡ് ലേബലിൻ്റെ അണ്ടറിലാണ് ഈ 50 സെൻറ്റ് ആദ്യം ആ ഫസ്റ്റ് ഒരു ആൽബമൊക്കെ ഇറക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രശ്നമില്ല, ചില ആൾക്കാരാണ് പ്രശ്നം. അവരാണെങ്കിൽ ശരിയായ ആൾക്കാരാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമുക്ക് ഇത് മൊത്തത്തിൽ ഇതെങ്ങനെ തുടങ്ങിയെന്നും ഇതിൽ ഈ ഡിഡിയുടെ ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ വന്ന കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കഥ തന്നെ ഉണ്ട് ആക്ച്വലി, കിട്ടില്ല സംഭവം. ഞാൻ ഫസ്റ്റൊക്കെ ഇത് കേൾക്കുമ്പോൾ ഞാൻ കേൾക്കും ഏതാ ടീംസ്, എന്തത് ഇവിടെ ഒന്നും ഇങ്ങനെ ഇല്ലാത്തത്. അല്ല, ഇങ്ങനത്തെ കഥയൊക്കെ നമ്മൾ ആ ഒരു ചൊരത്തളപ്പിൻ്റെ ഒരു പ്രായത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ +2 ഒക്കെ സമയത്ത് ഇതൊക്കെ ഏത് ടീംസ്. അതായത് എല്ലാം തുടങ്ങുന്നത് 1994 അവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. ചെറുതല്ല, വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 94 മുന്നേ ബിഗ്ഗി സ്മോൾസും ഈ നൊട്ടോറിയസ് B.I.G എന്ന് പറഞ്ഞ ആളും ടൂപാക് ഷക്കൂറും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അതായത് ടൂപാക്കും ന്യൂയോർക്കിൽ നിന്നാണ്, ബിഗ്ഗിയും ന്യൂയോർക്കിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കുഴപ്പമില്ല, ഇവർ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. ഇവർ തമ്മിൽ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ടൂപാക്കും നമ്മുടെ ഡിഡിയും കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയിൽ എന്തോ നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സംഭവമുണ്ട്. അപ്പോൾ ഇവർ ആ സമയത്തൊക്കെ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇവർ ഇപ്പോൾ കൊളാബ് ചെയ്യും. അന്നത്തെ ഭയങ്കര വലിയ സ്റ്റാറായിട്ടുള്ള ആൾക്കാരാണ്. അത് ഇപ്പോഴത്തെ കൈൻഡ് ഓഫ് ഡ്രേക്കും കെൻഡ്രിക്കും പോലെ തന്നെ. ഇപ്പോഴത്തെ ആയിട്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അന്നൊന്നും ഇപ്പൊക്കെ പറഞ്ഞ ചവറല്ല, ഇപ്പോൾ പറഞ്ഞ എല്ലാവരും സ്റ്റാറും അല്ല, എല്ലാവരും ഹിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാലമല്ലേ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ഡിഡിനെ പോലെ ഒരാൾ വന്നിട്ട് ഒരു ആൽബം പ്രൊഡ്യൂസ് ചെയ്ത് അവർ CD ആക്കി വിൽക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കൊരു പാട്ട് കഴിവുണ്ടെങ്കിൽ ഒരു പാട്ടുണ്ടാക്കി ഒരു റീലാക്കി ഇറക്കിയാൽ അത് വൈറലായ കഴിഞ്ഞു. നിങ്ങൾക്ക് പിന്നെ പൈസ കിട്ടാൻ തുടങ്ങി, ഫെയിം കിട്ടാൻ തുടങ്ങി, ആൾക്കാർ കോൺസേർട്ടിന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്നത്. കവർ സോങ് പാടിയ ആൾക്കാർക്ക് പോലും ഇപ്പോൾ ഫെയിം ഉണ്ട്, അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, കോൺസേർട്ട് വരെയുണ്ട്. പണ്ടതല്ല, പണ്ട് നമുക്ക് കഴിവുണ്ടായിട്ടും പോരാ, നമ്മളിങ്ങനെ കുറേ ഗേറ്റ് കീപ്പേഴ്സിൻ്റെ കാല് നക്കി അവരുടെ അടിമപ്പണി ചെയ്ത് പിന്നെ അവർക്ക് നമ്മളിത്തിരി നന്നായി തോന്നണം. പിന്നെ കുറച്ച് നല്ല ആൾക്കാരും ഉണ്ട്, അവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുകയില്ല. അവരുടേതായിട്ടുള്ള കാര്യമായിട്ട് ബിസി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കഥ കേട്ടില്ലേ,
എമിനം ആദ്യമായിട്ട് ഡോക്ടർ ഡ്രെയിൻ്റെ അടുത്ത് പോയ കഥയൊക്കെ. അവർ പോയി ആ സംഭവം കിട്ടി, ഡോക്ടറേക്ക് മനസ്സിലായി ചെക്കൻ സീനാന്ന് മനസ്സിലായിട്ട് അവർ പിന്നെ ഒന്നിച്ച് കൊളാബ് ചെയ്തു. അത് വലിയൊരു ലെഗസിയായി മാറി. അതുപോലെ എത്തിപ്പെടണമെങ്കിൽ ഭയങ്കര പണിയാണ്. അത് കണക്ഷൻ കിട്ടണം, അത്ര കഴിവുണ്ട് എന്ന് മനസ്സിലാവണം. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പണ്ട് ഇത്ര എളുപ്പമല്ല. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും, കഴിവുള്ള ആർക്ക് വേണമെങ്കിലും അവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. പണ്ട് അതില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവർ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഈ ടൂപ്പാക്ക് ഇങ്ങനെ ബിഗ്ഗിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്ന്, വാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള സംഭവം പറയുന്നത്. അതായത് ഡിഡി പഫ് ഡാഡി നല്ലതൊക്കെ തന്നെ, പക്ഷെ നീ ഒന്ന് സൂക്ഷിച്ചോ. അതായത് ഡിഡിക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ ഡിഡിക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ അവൻ നിന്നെ വരുത്തുള്ളൂ, അല്ലാണ്ട് നിനക്ക് നല്ലത് വരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും ഡിഡി ചെയ്യില്ല എന്നുള്ളൊരു വാർണിംഗ് പണ്ടേ ടൂപ്പാക്ക് പറയുമായിരുന്നു എന്ന് ആ ഒരു സർക്കിളിലുള്ളവരൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതെന്തോ അവിടുത്തെ ഒരു റൂമർ പോലത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. മെയിൻ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നവംബർ 30 1994 ഒരു കാര്യം നടക്കുകയാണ്. കോട്ട് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്കിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്, റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡിയോ. അപ്പോൾ ടൂപ്പാക്കിനെ ഈ കോട്ട് സ്റ്റുഡിയോയിലേക്ക് വിളിച്ച് വരുത്തുകയാണ്. ആര് വിളിച്ച് വരുത്തുന്നു? ബാഡ് ബോയ് റെക്കോർഡ്സിലെ ആൾക്കാർ. എന്തിനാണ്? ലിൽ ഷോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാപ്പറുണ്ട്. പുള്ളിയുടെ ട്രാക്കിൽ കുറച്ച് വേഴ്സ്, ഒരു ഫീച്ചറിങ് പോലത്തെ ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ടൂപ്പാക്കിനെ വിളിച്ച് വരുത്തുന്നു. അവർ റിസീവ് ചെയ്യുന്നു. ഈ ബിഗ്ഗിയുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, പുള്ളിക്കാരന് ഈ ഇതിലൊക്കെ വരുന്നുണ്ട്, ഈ ഡോക്യുമെൻ്ററി വരുന്നുണ്ട്. പുള്ളി റിസീവ് ചെയ്യുന്നു. നമുക്ക് മുകളിൽ അവരുണ്ട്. ആരൊക്കെ ഉണ്ട്? ഡിഡി ഉണ്ട്, ബിഗ്ഗി ഉണ്ട്, ലിൽ ഷോൺ ഉണ്ട്, ആ ബാഡ് ബോയ് റെക്കോർഡ്സിലെ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിൽ കയറുന്നു. 2 ആൾക്കാർ തോക്കുമായിട്ട് വരികയാണ്. എന്നിട്ട് ഈ അസിസ്റ്റൻറ്റിനെ വെളിയിൽ പോകാൻ പറഞ്ഞു. 5 തവണ വെടിവെക്കുകയാണ് ടൂപ്പാക്കിന്. 5 തവണ. ഓക്കെ, 5 തവണ വെടിവെക്കുന്നു. ഒരു റെസ്പോൺസും ഇല്ല. ഇവരൊക്കെ അവിടെ ഉണ്ട്, ഇത് ചെയ്യുന്നു. റോബറി ആണെന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ടൂപ്പാക്ക് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ 80,000 റോളക്സ് വാച്ച് ഉണ്ട്, ഇതൊരു റോബറി ആണെങ്കിൽ ഒരിക്കലും ആ വാച്ച് എൻ്റെ കയ്യിലുണ്ടാവില്ല, അവരത് എടുത്ത് ഓടിയിട്ടുണ്ടാവും. ഏത് കള്ളന്മാരും ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതിലെന്തോ ഒരു പന്തികേടില്ലേ? വിളിച്ച് വരുത്തിയതാരാ? ടൂപ്പാക്ക് ആ ഒരു സ്ഥലത്ത്, ആ ഒരു ലിഫ്റ്റിൽ ഉണ്ടാവും എന്ന് അറിയുന്ന കുറച്ച് പേരേ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ ആൾക്കാർ ബാഡ് ബോയ് റെക്കോർഡ്സിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഡിഡി എന്തിനാ അങ്ങനെ ചെയ്തു? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഡിക്ക് ഈ ബിഗ്ഗിയും ടൂപ്പാക്കും ഒന്നിക്കണത് ഇഷ്ടമല്ല. അതായത് ഡിഡി എപ്പോഴും ഇങ്ങനെ മറ്റേ ഒരു മൈൻഡാണ്, ഒരു ഒറ്റ ബുദ്ധി എന്നൊക്കെ പറയില്ലേ. അതായത് എൻ്റെ ബാഡ് ബോയ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ അന്ന് ബിഗ്ഗിയാണ് ഏറ്റവും വലിയ സ്റ്റാർ, അല്ലെങ്കിൽ ഏറ്റവും വലിയ റാപ്പർ എല്ലാം അന്ന് ബിഗ്ഗിയാണ്. ബിഗ്ഗിനെ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ട് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും ഇവർക്ക് പിടിക്കില്ല. അപ്പം അന്ന് എന്തോ ഒരു ടൂപ്പാക്കുമായിട്ടൊരു സംഭവം, ഇവനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഡിഡിക്ക്. ഒരു അസൂയുണ്ട് പണ്ടേ. ടൂപ്പാക്ക് അന്ന് ഭയങ്കര സ്റ്റാറാണ്. അതായത് ഈ വേറെ ഇൻ്റർസ്കോപ്പ് റെക്കോർഡ്സിലൊക്കെ ആയിരുന്നു അന്ന് പുള്ളി അന്ന് ട്രാക്കൊക്കെ ഇറക്കി സിനിമയിലൊക്കെ അഭിനയിക്കും. ടൂപ്പാക്ക് ഭയങ്കര ആക്ടറൊക്കെയാണ്. അപ്പോൾ അന്ന് ഭയങ്കര സ്റ്റാറാണ്, അടിപൊളി ഹിറ്റ്സ് ഉണ്ട്, ഇവരെക്കാൾ ഹിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഭയങ്കര അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിലെന്തോ ഒരു സംഭവം പാളിയിട്ടാണ് ടൂപ്പാക്കിനെ വെടിവെച്ചത്. കള്ളന്മാരല്ല എന്തായാലും, അത് ടൂപ്പാക്ക് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. 5 വെടി വെച്ചു, മരിച്ചില്ല ഭാഗ്യത്തിന്. അത് എങ്ങനെ ഈ 5 വെടി കൊണ്ടിട്ട് മരിക്കാണ്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായില്ല. 5 വെടി കൊണ്ടു, മരിച്ചിട്ടില്ല. ടൂപ്പാക്ക് അത് കഴിഞ്ഞിട്ട് ഈ വെടിവെച്ച് കഴിഞ്ഞിട്ട് ഈ വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ തന്നെ വേറൊരു കേസിൽ, ഈ ഫെഡറൽ ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു കേസിൽ അവരൊരു സെക്ഷൽ അസോൾട്ടിൻ്റെ എന്തോ ഒരു കേസിൽ പിടിച്ച് ജയിലിടുകയാണ്. ഇപ്പോൾ വെടി കൊണ്ടതിന് ശേഷം. അപ്പോൾ ആകെ കഷ്ടമല്ലോ. വെടിയും കൊണ്ടു, ഭാഗ്യത്തിന്
ജീവൻ പോയില്ല. പക്ഷെ അപ്പം തന്നെ പോലീസുകാർ പിടിച്ചിട്ട് എന്തോ ഒരു കേസിൽ കുടുക്കിയതല്ല, കേസിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ അപ്പം എന്തോ അവർക്ക് കിട്ടി. ആ കിട്ടിയ പാടെ പിടിച്ചിട്ട് ഇവനിപ്പോൾ വീക്കാണെന്ന് കണ്ടപ്പോൾ ഇവൻ അങ്ങനെ പിടിച്ച് ജയിലിലിട്ടു. ആ ജയിലിൽ വെച്ചിട്ട് ആൾക്കാർ, ജയിലിലെല്ലാം ഈ ഗ്യാങ് റിലേറ്റഡ് ആൾക്കാരാണല്ലോ, അപ്പോൾ ജയിലിൽ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ പറയായിരുന്നു. അതായത് ഈ പഫ് ഡാഡിയാണ് ടൂപാക്കിനെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ള കാര്യം ജയിലിൽ വെച്ചിട്ട് ടൂപാക്ക് ഷക്കൂർ അറിഞ്ഞു എന്ന് ടൂപാക്ക് തന്നെ ഇൻ്റർവ്യൂവിലൊന്ന് പറയുന്നുണ്ട്. പണ്ട് കൊടുത്ത ഇൻ്റർവ്യൂവിൽ. അവിടെ നിന്നാണ് ടൂപാക്കും ഈ ബിഗ്ഗിയുമായിട്ട്, അല്ലെങ്കിൽ ടൂപാക്കും ഡിഡിയും ബിഗ്ഗിയും ആയിട്ടുള്ള ആ ശത്രുത അവിടെ നിന്നാണ് വരുന്നത്. അതുവരെ അറിയില്ലായിരുന്നു. റോബറി ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ റോബറി ആണെന്നുകൊണ്ട് വിട്ടു. പക്ഷേ ടൂപാക്കിന് അറിയായിരുന്നു അത് റോബറി അല്ല, അത് വേറെ എന്തോ കളിയുണ്ട്, എന്നെ വിളിച്ച് വരുത്തി വെടിവെച്ച പോലെ ഒരു തോന്നൽ വന്നു. അത് ജയിലിൽ പോയപ്പോൾ സത്യമാവുകയും ചെയ്തു. അവിടുത്തെ ആൾക്കാർ ഇതിനെക്കുറിച്ച് ടൂപാക്കിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ആ ഒരു ശത്രുത സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് മാത്രമല്ല, ഇനി വേറെയും കാര്യമുണ്ട്. ക്രെയ്ഗ് മാക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ ബിഗിനെ പോലെ തന്നെ അന്ന് ബാഡ് ബോയ് റെക്കോർഡ്സിലുണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഈ ഫ്ലേവർ ഇൻ യുവർ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാക്കൊക്കെ ഉണ്ട്. ഫ്ലേവർ ഇൻ യുവർ ഇയർ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒരു ക്ലാസിക് ഒരു ട്രാക്കാണ്, ഭയങ്കര ഹിറ്റാണ് ആ സമയത്ത്. അപ്പോൾ ക്രെയ്ഗ് മാക്കിൻ്റെ വൈഫ് ഡോക്യുമെൻ്ററിയിൽ വന്ന് പറയുന്നുണ്ട്, ക്രെയ്ഗ് മാക്കിന് ഒരു കെട്ട് രൂപ എടുത്തിട്ട്, മറ്റേ ദിലീപ് സിനിമയിൽ ഇങ്ങനെ എണ്ണിയിട്ട് ഒരു 10 രൂപ എടുത്ത് കൊടുക്കില്ല, അതുപോലെ ഒരു കെട്ട് രൂപ എടുത്തിട്ട് ഇവൻ പൈസ എന്തോ ചോദിച്ചപ്പോൾ ഈ കെട്ട് രൂപ ഒരു ഡോളറിലുള്ള സാധനം എടുത്തിട്ട് അതിന് ഒരു $100 ഒരൊറ്റ നോട്ട് എടുത്തിട്ട് കൊടുത്തത്ര. കാരണം പെയ്ഡേ അല്ല, അവർ ദാരിദ്ര്യത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. നോക്കുമ്പോൾ നമ്പർ 1 സോങ് ഒക്കെ ഉണ്ട് ഇവൻ്റെ പേരിൽ, പക്ഷേ 5 രൂപയില്ല എന്നാണ് ഭാര്യ പറയുന്നത്. അപ്പോൾ ഭാര്യൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നില്ലേ. അപ്പോൾ വേറൊരു ടീംസ് ഉണ്ട്, അതാണ് നമ്മുടെ ഷുഗ് നൈറ്റ് എന്ന് പറഞ്ഞൊരു ചങ്ങായിൻ്റെ മോനെ. ഇതിപ്പോൾ എങ്ങനെ പറയാമല്ലോ, ശരിയായ സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആ ഒരു ഡിഫറൻസ് ആണെങ്കിൽ പുള്ളിയൊരു വീഡിയോ ഒക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ പേടിയാവും. ശരിയായ മറ്റേ ഗാങ്സ്റ്റർ എന്ന് പറയില്ലേ, ഈ NWൻ്റെ സിനിമയുണ്ട്, അതിൽ ലാസ്റ്റ് ഷുഗിനെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഷുഗ് നൈറ്റ് എന്ന് പറഞ്ഞ ഒരാൾ, അയാളത്ര നല്ലതൊന്നും അല്ല, അയാളിപ്പോൾ ജയിലിലാണ്, അത് വേറെ കേസുണ്ട്. അത് ഈ NW സിനിമ എടുക്കുന്ന സമയത്ത് അവിടെ ഇയാളുടെ ക്യാരക്ടറിനെ മോശമാക്കിയിട്ടാണ് ഈ സിനിമയിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു ഫോർഡിൻ്റെ ട്രക്ക് എടുത്തിട്ട് പോയി അവിടെ പോയി പ്രശ്നമുണ്ടാക്കി ഇടിച്ചിട്ട് ഇയാളുടെ നെഗോഷിയേറ്ററിനെ തന്നെ ഇടിച്ച് കൊന്നു. ആ കേസിൽ 28 കൊല്ലം ശിക്ഷയിലാണ് ഇപ്പോൾ ചെങ്ങായി, ഇപ്പോൾ ജയിലിലാണ്. അതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. പക്ഷേ ഇയാളുടെ ആ ടൈമിൽ ഈ ഡെത്ത് റോ റെക്കോർഡ്സ് ഉണ്ട്. ഡോക്ടർ ഡ്രെയും ഈ ബാക്കിയുള്ളവരൊക്കെ ഡെത്ത് റോ റെക്കോർഡ്സിലാണ് ഉള്ളത്. സ്നൂപ്പ് ഡോഗൊക്കെ, ആ സ്നൂപ്പ് ഡോഗിൻ്റെയും ഡോക്ടർ ഡ്രെയിൻ്റെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, മറ്റേ ഒരു സംഭവമില്ലേ, ആ ഒരു ട്രാക്കൊക്കെ നത്തിങ് ലൈക്ക് ജി തിങ്ങോ അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്. ഒരു ക്ലാസിക് സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഡെത്ത് റോ റെക്കോർഡ്സിൻ്റെ ട്രാക്കുകളാണ്. പിന്നെ ഇവരിൻ്റെ ക്രോണിക്കൽ പറഞ്ഞിട്ടൊരു ആൽബം ഉണ്ട്, ഭയങ്കര ഹിറ്റാണ്. ഓക്കെ, അത് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ ഇവർക്ക് എന്ത് വേണം, ഡെത്ത് റോ റെക്കോർഡ്സിന് ഡെത്ത് റോ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇവർ അവിടെ ഉണ്ടല്ലോ, വെസ്റ്റിലാണ് ഇവർ ഉള്ളത്. ഇപ്പോൾ ഇവർക്ക് ഈസ്റ്റിൽ ഒരു ചെറിയൊരു സംഭവം തുടങ്ങണമെന്നുണ്ട്. അവർക്ക് ഫസ്റ്റിൽ ആരിനെയാണ് സൈൻ ചെയ്യേണ്ടിയിരുന്നത്, ക്രെയ്ഗ് മാക്കിനെയാണ് അവർക്ക് സൈൻ ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, കാരണം ഇവന് പൈസ ഒന്നും ഡിഡി കൊടുക്കുന്നില്ല, ഇവൻ ബാഡ് ബോയിൽ ഒരു ആകെ വിഷമിച്ചിട്ടാണ് ഇരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം, ആ ഇൻഡസ്ട്രിയിലുള്ളവർക്കറിയാം. അപ്പോൾ ഇവനെ ഫസ്റ്റ് തൂക്കണം എന്ന് ഡെത്ത് റോ റെക്കോർഡ്സുകാർ, നമ്മുടെ ഷുഗ് നൈറ്റ് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡിഡിക്കും അറിയാം. ഓക്കെ, ആ ഒരു സമയത്താണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം നടക്കുന്നത്. ഇനി ഇതാണ് ഏറ്റവും വന്നൊരു സാധനം. ഞാനൊക്കെ ഇത് പണ്ട് കണ്ടിട്ട് എന്ത് സീന്. അതായത് നമ്മുടെ അവിടുത്തെ ഈ ഏഷ്യാനെറ്റ് അവാർഡ്സും അന്നൊക്കെ അതല്ലേ ഉള്ളൂ. ഏഷ്യാനെറ്റ് അവാർഡ്സ്, ഫിലിം ഫെയർ അവാർഡ്സൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ ഓസ്കാറൊക്കെ അതൊന്നും പണ്ട് ഇവിടെ ഒന്നും കാണിക്കുക കൂടിയില്ല. അപ്പോൾ
ഈ ഓസ്കാറും അങ്ങനത്തെ അവാർഡ്സ്, ഈ പ്രസ്റ്റീജിയസ് അവാർഡ്സ് അല്ലാണ്ട് ദ സോഴ്സ് അവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. 1995 നിങ്ങൾക്ക് ഇപ്പോഴും ആ വീഡിയോ എടുത്ത് കാണാം. അതായത് ഇങ്ങനെ മറ്റേ എന്താ പറയുക, ഒരു റോങ് മൂവ് അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്താൽ തീർന്നു അവിടെ. പിന്നെ കൊലപാതകം, ആ ഒരു വൈബില്ലേ. അതായത് എല്ലാവരും ഇങ്ങനെ കലിപ്പിൽ ആ ഒരു സംഭവമാണ് അവിടെ നടന്നത്. മാഡിസൺ സ്ക്വയർ ഗാർഡൻ ന്യൂയോർക്കിലാണ് നടക്കുന്നത്. അവിടെ ഡിഡിയുടെ ബാഡ് ബോയ് റെക്കോർഡ്സിൻ്റെ കേന്ദ്രത്തിലാണ് നടക്കുന്നത്. ഫുൾ ടീംസ് ഉണ്ട്, ഡെത്ത് റോൻ്റെ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. സ്നൂപ്പ് ഡോഗിൻ്റെ ഒരു ശരിയായൊരു സാധനമുണ്ട്. അതായത് സ്നൂപ്പ് ഡോഗ് പണ്ട് ഇത്രേ ഉള്ളൂ ചങ്ങായി വന്നിട്ട് ദർ ഇസ് നോ ലവ് ഫോർ ഡോക്ടർ ഡ്രെ ആൻഡ് സ്നൂപ്പ് ഡോഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്ക് എന്താ നമ്മളെ ഇഷ്ടമല്ല, അതായത് ഇവർ കയറുമ്പോൾ അവിടെ ആൾക്കാർ കൂക്കി വിളിക്കുകയാണ്. ബേസിക്കലി അവർ ഊന്നുകൊണ്ട് ബൂ ചെയ്യുകയാണ് അവർ. അപ്പോൾ ഇവർ സ്നൂപ്പ് ഡോഗ് വന്നിട്ട് ഒരു മറ്റേ എന്താ ഞങ്ങൾക്ക് ദർ ഇസ് നോ ലവ് ഫോർ ഡോക്ടർ ഡ്രെ ആൻഡ് സ്നൂപ്പ് ഡോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ട്. അതായത് മറ്റേ ഇപ്പം പൊട്ടും പറയില്ല, തേങ്ങ ഒട്ടക്കി സാമി ആ സീനും. അത് ഓഡിയൻസ് ആയാലും ഹൈപ്പിൽ, ഈ ആർട്ടിസ്റ്റ് ആയാലും ഹൈപ്പിൽ, എല്ലാവരും ഹൈപ്പിൽ. അവിടെ വെച്ചിട്ട് ഷുഗ് നൈറ്റ് ഒരു ഡിക്ലറേഷൻ ഓഫ് വാർ എന്നുള്ള രീതിയിൽ ഒരു പ്രസംഗം അങ്ങോട്ട് നടത്തുകയാണ്. അതിൽ ബേസിക്കലി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഞാൻ വായിക്കാം. എനി ആർട്ടിസ്റ്റ് ഔട്ട് ദെയർ, ദേ വോണ ബി എൻ ആർട്ടിസ്റ്റ് and stay a star and don't have to worry about executive producer trying to be in all the videos on all the records, come to death row. അതായത് ബേസിക്കലി നിങ്ങളുടെ റെക്കോർഡ് ലേബലിൻ്റെ മുതലാളി നിങ്ങളുടെ എല്ലാ ട്രാക്കിലും വന്നിട്ട് ഡാൻസ് കളിക്കലും പാട്ട് പാടാനും എന്തെങ്കിലുമൊക്കെ കുത്തിത്തുരുകി അതിൽ വന്നിട്ട് ഇൻവോൾവ് ആവാണ്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിങ്ങൾക്കൊരു സ്റ്റാർ ആവണോ, മര്യാദയ്ക്ക് പൈസ കിട്ടണോ, നിങ്ങൾ ഡെത്ത് റോയിലേക്ക് വാ. നിങ്ങൾ ഇവിടെ കിടന്നിട്ട് അലമ്പുണ്ടാക്കണ്ട. നിങ്ങളിവിടെ കിടന്നിട്ട് മോശക്കാരാവണ്ട, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് നരകിക്കണ്ട. നിങ്ങൾ വാ, ഡെത്ത് റോയ്ക്ക് വാ എന്നാണ് പറയുന്നത്. സ്ട്രെയിറ്റ് വാർണിംഗ് ടു ഈ ബാഡ് ബോയ് റെക്കോർഡ്സാണ്. ബാഡ് ബോയ് റെക്കോർഡ്സ് പൈസ കൊടുക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഡിഡിയുടെ ഒരു സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എല്ലാ മ്യൂസിക് വീഡിയോസിലും ചുമ്മാ വന്ന് ഡാൻസ് കളിക്കും. അതാണ് ഡിഡിക്ക് അങ്ങനെ ഒരു മ്യൂസിക്കൽ ടാലൻ്റ് അങ്ങനെ ഒരുപാടായിട്ട് ഇല്ല. ബിഗ്ഗിയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല സോളോ സംഭവമൊക്കെ വരുന്നത്. അതിന് മുന്നേ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോ ഫീച്ചറിങ് വന്നിട്ട് വരും. അത് വലിയൊരു മ്യൂസിക് ടാലൻറ്റ് അങ്ങനെ ഇല്ലാത്തൊരു ചങ്ങായാണ്. അത് നിങ്ങൾ വേറുള്ള ടാലൻ്റൊക്കെ ഉണ്ട്. ഈ ആൾക്കാരിനെയൊക്കെ ഇങ്ങനെ മറ്റേ ഞാൻ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരിനെയൊക്കെ ചുറ്റും നിർത്തി അങ്ങനെ ഒരു സംഘടിപ്പിക്കാനും ഈ പാർട്ടീസ് കണ്ടക്ട് ചെയ്യാനും പ്രത്യേക ഒരു കഴിവുണ്ട്. അല്ലാണ്ട് വേറെ ഇങ്ങനത്തെ കഴിവുകൾ മ്യൂസിക് ടാലൻറ്റ് കുറവാണ്. പക്ഷെ എന്ത് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മ്യൂസിക് വീഡിയോയിലും പുള്ളി ഉണ്ടാവും. DJ Khaled എല്ലാത്തിലും വന്നിട്ട് പറയില്ലേ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ, വി ദ 1 എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ വെറുതെ അനാവശ്യമായിട്ട് വന്നിട്ട് പിച്ചും പേയും പറയാം. ഇത് പിന്നെ ഡാൻസ് കളിയാണ്. അപ്പോൾ അതാണ് ഷുഗ് നൈറ്റ് പറയുന്നത്, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ട്രൈങ് ടു ബി ഇൻ ഓൾ ദ വീഡിയോസ് ആൻഡ് ഓൺ ഓൾ ദ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഡിഡിയും അത് കഴിഞ്ഞിട്ട് ഒരു പ്രസംഗമുണ്ട്. അപ്പോൾ ഡിഡി അവിടെ വന്നിട്ട് മറ്റേ എന്നെ പറയും നീ ആരടാ എന്ന് പറയണമെന്ന് ഉണ്ടെങ്കിൽ അവിടെ വെടി പൊട്ടി. എല്ലാവരുടെയും പിന്നെ അന്നൊക്കെ തോക്കുണ്ടാവുമല്ലോ. പക്ഷേ ഡിഡി വന്നിട്ട് ഒരു ട്വിസ്റ്റ്, അതാ ഡിഡി ഭയങ്കര കണ്ണിങ് ആണെന്ന് പറയുന്നത്. ഡിഡി ഇങ്ങനെ ഭയങ്കര ഗാങ്സ്റ്റർ ആ ഒരു സംഭവമല്ല. ഡിഡി ഈസ് ലൈക്ക് ഒരു പൂച്ചനെ പോലത്തെ, അത് പതുങ്ങിയിരിക്കും, പക്ഷെ പണി കൊടുക്കുമ്പോൾ നല്ല പണി അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ഡിഡി വന്നിട്ട് പറയുകയാണ്, ഐ എം പ്രൗഡ് ഓഫ് ഡോക്ടർ ഡ്രെ ആൻഡ് ഷുഗ് നൈറ്റ് ആൻഡ് ഡെത്ത് റോ റെക്കോർഡ്സ്. ഓക്കെ, ഞാനൊരു പോസിറ്റീവ് ബ്ലാക്ക് മാനാണ്, ഐ ലവ് വെസ്റ്റ് കോസ്റ്റ് ആൻഡ് വൺ ലവ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഒന്നുമില്ല, ബേസിക്കലി നമുക്ക് പ്രശ്നമൊന്നും വേണ്ട, നമുക്ക് നന്നായിട്ട് എനിക്കിഷ്ടമാണ് ഡെത്ത് റോ, നമുക്ക് സമാധാനമായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഡിഡി വന്ന് പറഞ്ഞു. ഷുഗ് നൈറ്റ് ആക്ച്വലി എല്ലാവർക്കും പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ചങ്ങായും അലമ്പനാണ്.
കുറേ ആർട്ടിസ്റ്റിനൊക്കെ ഇതുപോലെയൊക്കെ ഇതിൻ്റെ അപ്പുറമൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അത് വേറെ കഥകളാണ്, അത് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ ഡിഡിൻ്റെ പോലെ ഈ തെണ്ടിത്തരം കാണിക്കില്ല. ഇത് ഈ ആർട്ടിസ്റ്റുകളിലൊക്കെ മര്യാദയ്ക്ക് നോക്കും, അതൊരു കാര്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോൾ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞു, 1995 തന്നെ ഈ സോഴ്സ് റെക്കോർഡ്സ് ഓഗസ്റ്റ് 3 സോഴ്സ് അവാർഡ്സ് നടക്കുന്നത്. ഓഗസ്റ്റ് 3 കഴിഞ്ഞിട്ട് സെപ്റ്റംബർ അടുത്ത മാസം സെപ്റ്റംബർ 23 1995 അറ്റ്ലാന്റ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഒരു പ്ലാറ്റിനം ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ വെച്ചിട്ട് ഒരു പാർട്ടി നടക്കുകയാണ്. അവിടെ ഡിഡി ഉണ്ട്, ഷുഗ് നൈറ്റും ഉണ്ട്. ഷുഗ് നൈറ്റ് വന്നതാണ് അങ്ങോട്ട് കേട്ടോ. ന്യൂട്രൽ ടെറിട്ടറിയാണ്. ന്യൂയോർക്കിലും അല്ല, ലോസ് ആഞ്ചലസും അല്ല, രണ്ട് പേരുടെ സ്ഥലത്തും അല്ല, വേറൊരു സ്ഥലത്താണ്. ജെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഷുഗ് നൈറ്റ് വരുന്നത്. ഓക്കെ, ഈ ഡിഡിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഏതെങ്കിലും ഒരു പെൺപിള്ളേരനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ നോട്ട് വിട്ട് കഴിഞ്ഞാൽ അതിന് എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഡിഡിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഷുഗ് നൈറ്റിൻ്റെ ഒരു സൈഡ് ചിക്ക് ഉണ്ട് അറ്റ്ലാന്റയിലുള്ളത്. അപ്പോൾ ഈ കേർക്ക് ബറോസ് ഉണ്ടല്ലോ, നമ്മുടെ ഫൗണ്ടർ ബാഡ് ബോയ് റെക്കോർഡ്സിൻ്റെ വീടിൻ്റെ ചെറുപ്പകാലം മുഴുവൻ പണ്ടോട്ടേ ഉള്ള ഡിഡിയുടെ ഫ്രണ്ട്, ഡിഡി ചതിച്ച ആളുണ്ടല്ലോ. അപ്പോൾ അവൻ പ്രത്യേകം അവനാണ് ഈ കണക്കൊക്കെ നോക്കുന്നത്. അപ്പോൾ അവന് പ്രത്യേക ഓർമ്മയുണ്ട്, $50,000 ഡിഡി അർജൻറ്റാണെന്ന് പറഞ്ഞിട്ട് ഈ കേർക്ക് ബറോസിൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡ് ചിക്ക് ഉണ്ടല്ലോ ഷുഗ് നൈറ്റിൻ്റെ, ആ പെൺകുട്ടിക്ക് നെക്ലസ് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഗ് നൈറ്റിന് ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണോ എന്നറിയില്ല, എന്തോ ആയിട്ട് ഷുഗ് നൈറ്റിൻ്റെ സൈഡ് ചിക്കിനെ തന്നെ ഇവനൊരു നോട്ടമുണ്ട്. അതിന് പൈസ നെക്ലസ് വരെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്, അതിന് സാക്ഷികളുണ്ട്. അപ്പോൾ എന്ത് സംഭവം, ഇവർ ആ ഒരു രാത്രി ക്ലബിലുണ്ട് രണ്ടുപേരും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇവരെന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഷുഗ് നൈറ്റിൻ്റെ, അതായത് കണ്ട ആൾക്കാരുടെ സാക്ഷികളാണ് പറയുന്നത്, ഷുഗ് നൈറ്റിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, അതായത് ഷുഗ് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഷുഗ് നൈറ്റിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തോക്കെടുത്തിട്ട് ജെയ്ക്ക് ഷുഗ് നൈറ്റിൻ്റെ കൂടെ വന്ന ഫ്രണ്ട് ജെയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്, ജെയ്ക്കിൻ്റെ മേലെ വെടിവെക്കുക. അതായത് ഇങ്ങനെ നോക്കിയിട്ട് ഷുഗിനെ മുഖത്തേക്ക് നോക്കിയിട്ട് വെടിവെക്കുക. സീന് മനസ്സിലായ? ജെയ്ക്ക് മരിക്കുകയും ചെയ്തു. കുറച്ച് ഹോസ്പിറ്റലുണ്ടായിരുന്നു, പക്ഷേ ജെയ്ക്ക് മരിച്ചു. ഷുഗ് എന്ത് ചെയ്തു രക്ഷപ്പെടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഡിനെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു, ചോക്ക് ഹോൾഡ് ചെയ്തിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഹ്യൂമൻ ഷീൽഡ് പോലെ പിടിച്ച് നിർത്തി. അതുകൊണ്ട് ഷുഗിന് വെടി കൊണ്ടില്ല, ഷുഗിന് വെടിയും വെച്ചില്ല. ഈ വെടിവെച്ചവൻ ഓടിയും പോയി. അവൻ ആരാന്ന് അറിയില്ല. അതായത് ഈ ഗാങ് റിലേറ്റഡ് ഒന്നും തെളിയേയില്ല, അവർക്കറിയായിരിക്കും. അവിടെ നിന്നാണ് ഡിക്ലറേഷൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ, സെപ്റ്റംബറിൽ യുദ്ധം തുടങ്ങുന്നത്. ഫസ്റ്റ് ബോഡി വീണു, ജെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗ് നൈറ്റിൻ്റെ ഡെത്ത് റോയിലെ ആൾ വീണു. അവിടെ നിന്ന് ഫസ്റ്റ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഷുഗ് നൈറ്റ് ആളിത്തിരി ശരിയായ അങ്ങായ നേരെ വിട്ടു, ജയിലിലേക്കാണ് പോകുന്നത്. ആരെ കാണാൻ? ടൂപ്പാക്കിനെ കാണാൻ പോകുന്നു. ടൂപ്പാക്കിനെ അടുത്ത് പോയി പറയുന്നു, നീ ഡെത്ത് റോയ്ക്ക് വാ. ടൂപ്പാക്കിനാണെങ്കിൽ അന്ന് ഒരു സപ്പോർട്ടില്ല. ഈ ഗ്യാങ് അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ടീം ഒരു പിന്നാലുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമല്ല, എന്ത് വേണമെങ്കിൽ ചെയ്യും. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡിസ്ട്രാക്ട് ഇറക്കണം, അല്ലെങ്കിൽ വേറൊരു റെക്കോർഡ് ലേബിളായിട്ട് അടി ഉണ്ടാക്കണം പറഞ്ഞാൽ നമ്മുടെ കൂടെ ആരെയും വേണ്ടേ, നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ 100 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഷുഗ് നൈറ്റും ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു, ഡെത്ത് റോക്കാരും ഇവരിനെ മലർത്തി അടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നോക്കിയിരിക്കുകയായിരുന്നു. നേരെ ഷുഗ് നൈറ്റ് പോയി ജയിലിൽ തന്നെ സൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. 3 ആൽബം ഡീല് സൈൻ ചെയ്യാണ് ടൂപ്പാക്ക് ഡെത്ത് റോ. ഇപ്പോൾ ഡെത്ത് റോൻ്റെ ഒരു ആർട്ടിസ്റ്റാണ് ടൂപ്പാക്ക്. ഓക്കെ, പിന്നെ അവിടെ നിന്നാണ് ഈ ടൂപ്പാക്കിൻ്റെ ഒരു എക്സ്പ്ലോഷൻ, അതായത് എന്താ പറയുക, ഒരു ഫെയിം എക്സ്പ്ലോഷൻ നടക്കുന്നത്. പിന്നെ ടൂപ്പാക്കിനെ പിടിച്ചാൽ കിട്ടില്ല, ആ ഒരു ലെവലിലാണ് പോകുന്നത്. $1 മില്യൺ ബെയിലും കൂടി കൊടുത്തത്. അതായത് ഈ ജയിലിൽ പിടിച്ചിട്ടല്ലോ, ഒരു സെക്ഷൽ അസോൾട്ട് കേസിനാണ് ടൂപ്പാക്കിനെ ജയിലിൽ പിടിച്ചിട്ടത്. അത്
ഒരു $1 million കൊടുത്തു കഴിഞ്ഞാൽ ബെയിൽ കിട്ടും എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രോങ് കേസൊന്നുമല്ല. അപ്പോൾ ആ $1 million ആര് കൊടുത്ത്? ഷുഗു കൊടുത്തു. ഷുഗു കൊടുത്തിട്ട് ചങ്ങായിനെ ഇറക്കി, ടൂപ്പാക്കിനെ ഇറക്കി. ഇനിയാണ് ഡിസ്ട്രാക്കുകൾ വരുന്നത്. 2 ഡിസ്ട്രാക്ക് ഉണ്ട്. നമ്മുടെ ദേ നോട്ട് ലൈക്ക് അസ് ആ സാധനമല്ല, ഇറ്റ്സ് എ മൈനർ, അതല്ലത്. ഇത് ശരിയായ സാധനമാണ്. ഫസ്റ്റ് ഡിസ്ട്രാക്ക് ഇറക്കുന്നത് ബിഗ്ഗിയാണ്. ബിഗ്ഗിയും ഡിഡിയും കൂടെ. ഓക്കെ, ഹൂ ഷോട്ട് യോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാക്കാണ് ഇറക്കുന്നത്. അതിനർത്ഥം എന്താണ്? ആരാണ് നിന്നെ വെടിവെച്ച്? അത് ആരിനെ കുറിച്ചാണ് പറയുന്നത്? ടൂപ്പാക്കിനെ കുറിച്ച്. ഇവരെപ്പോൾ വെടിവെച്ചതാണ്? കോച്ച് സ്റ്റുഡിയോയിൽ ഇവരെന്നെ വിളിച്ച് വരുത്തി അപ്പോളെ വെടിവെച്ച കാര്യം പറഞ്ഞില്ല, അതിനെ റെഫർ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്, ഹൂ ഷോട്ട് യോ എന്നുണ്ട്. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡിസ്ട്രാക്കാണ് മറ്റേ ഹിറ്റ് ദം അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമില്ലേ. അത് ശരിയായ സാധനമാണ്. അതൊക്കെ വരുന്നത് 1996-ലാണ്. ഹിറ്റ് ദം അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഈ ടുപ്പാക്കിൻ്റെ ഡെത്ത് റോയിലെ ഒരു ആൽബമാണ് ഓൾ ഐസ് ഓൺ മീ. ഭയങ്കര ഹിറ്റ്. അതിൽ എല്ലാ ട്രാക്കും ഭയങ്കര ഹിറ്റ്. അതിലാണ് ഹിറ്റ് ദം അപ്പ് വരുന്നത്. കാലിഫോർണിയ ലവ് അതൊക്കെ ഈ ഡോക്ടർ ഡ്രെയുടെ കൂടെ വന്നിട്ട് ചെയ്യുന്ന ട്രാക്കുകളാണ് ടുപ്പാക്ക്. ഒക്കെ 1 ഹിറ്റ്സാണ്. ഓക്കെ, അപ്പോൾ ടൂപ്പാക്ക് അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെയ്ത്ത് എവൻസ് എന്ന് പറഞ്ഞിട്ട് ബിഗ്ഗിയുടെ ഭാര്യയുണ്ട്. അപ്പോൾ ബിഗ്ഗിൻ്റെ ഭാര്യ ഐ ഫക്ഡ് യുവർ വൈഫ് എന്നൊക്കെയാണ്. യു ക്ലെയിം ടു ബി എ പ്ലെയർ ബട്ട് ഐ ഫക്ഡ് യുവർ വൈഫ് എന്നൊക്കെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പണ്ട് ഈ ഡിസ്ട്രാക്കിൽ പറയുന്നത്. അല്ലാണ്ട് ഇതിപ്പോഴത്തെ പോലെ ഈ ഞഞ്ഞാ കാര്യങ്ങളല്ല. ഞഞ്ഞാ വിളി വേണ്ട, കയറ്റി വിളിയട ആ പറയില്ല, അതുപോലത്തെ സംഭവമാണ്. അപ്പോൾ ആ ഡിസ്ട്രാക്കും 2 ഹിറ്റാണ്. ഹൂ ഷോട്ട് യോ ഹിറ്റാ, ഹിറ്റ് ദം അപ്പ് ഹിറ്റ്. പക്ഷേ ഹിറ്റ് ദം അപ്പാണ് കൂടുതൽ പോപ്പുലർ. അത് ഭയങ്കര ഒരു ട്രാക്ക് തന്നെയാണ്. ബിഗിനിട്ട് കൊന്നു എന്നുള്ളൂ. അത് ഭാര്യനെ ഫക്ക് ചെയ്തു എന്ന് വരെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇനി വേറൊരു ആംഗിൾ, ഇനിയാണ് നമ്മുടെ ഡോക്യുമെൻ്ററിയിലേക്ക് വരുന്നത്. ക്രിപ്സും ബ്ലഡ്സും ഉണ്ട്. ക്രിപ്സും ബ്ലഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഗ്യാങ്ങുകളുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഗ്യാങ് റിലേറ്റഡ് സംഭവങ്ങളൊക്കെ അറിയാം. ഇങ്ങനെ ഒരു ഗ്യാങ് സിമ്പിളൊക്കെ കാണിക്കില്ലേ, ഇങ്ങനെ കാണിക്കില്ലേ, ഇങ്ങനെ ആ സംഭവം ഇത് ഇങ്ങനെ കാണിച്ചാൽ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു സംഭവം. അപ്പോൾ അങ്ങനത്തെ കുറേ ഗ്യാങ് ഉണ്ട്. അപ്പോൾ ഈ കാലിഫോർണിയയിലുള്ള 2 ഗ്യാങ്ങുകളാണ് ക്രിപ്സും ബ്ലഡ്സും. ഈ ബ്ലഡ്സിൻ്റെയാണ് ഒരു റെഡ് കളർ ബെൻഡാനില്ലേ, റെഡ് കളർ ബെൻഡാന കെട്ടില്ല ആൾക്കാർ, അത് ഈ ബ്ലഡ്സിൻ്റെ ആൾക്കാരാണ്. ക്രിപ്സിൻ്റെ ആൾക്കാരാണ് നീല കളർ. അപ്പം നീല കളർ ഷർട്ട് ഇട്ടിട്ട് ബ്ലഡ്സ് ഉള്ള സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെടി കിട്ടും. ലിറ്ററലി അവർ വെടിവെക്കും. അവർ വിചാരിക്കുന്നത് ഇത് ഏതോ മറ്റേ ഗ്യാങ്ങിലുള്ള ഇങ്ങോട്ട് വന്നാൽ അവിടെ ബം കാശും. അതേപോലെ നിങ്ങൾ ചോപ്പ് അറിയാതെ നിങ്ങളൊരു ചോപ്പ് ഷർട്ട് ഇട്ടിട്ട് ക്രിപ്സിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ അവർ വെടിവെക്കും. സില്ലി, ഇതൊക്കെ ഒരു സില്ലിയായി തോന്നും, പക്ഷെ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഷോൺ കോംസ്, നമ്മുടെ ഡിഡി ഉണ്ടല്ലോ, ഡിഡി ക്രിപ്സിൻ്റെ മെയിൻ ആളാണ്. ബാഡ് ബോയ് റെക്കോർഡ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ക്രിപ്സിലുള്ള ഒരു ആൾക്കാരിനെ പ്രൊട്ടക്ഷന് വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അൺകൺഫേംഡ് ആയിട്ട് എല്ലാവർക്കും അറിയാം. ഈ എറിക് വോൺ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് സിപ്പ് എന്ന് പേരുള്ള ഒരു ആളിലൊന്ന് നോട്ട് ചെയ്യണം. ഈ സിപ്പ് എന്ന് എല്ലാവരുടെ അടുത്തും പരിചയപ്പെടുത്തുന്നത് ഡിഡി അങ്കിൾ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് അമ്മയുടെ പരിചയത്തിലുള്ള ഈ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഡിഡി അങ്കിൾ എന്നാണ് എല്ലാവരും പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേർക്ക് ബറോസിൻ്റെ അടുത്തടക്കം ഇതെൻ്റെ അങ്കിളാണ് പറഞ്ഞിട്ട് സിപ്പിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് സിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേര്. ഇയാളൊരു ഡ്രഗ് ലോഡാണ്. ഈ ഡ്രഗ്സ് കടത്തുന്നതും പിടിക്കുന്നതൊക്കെ ആളാണ്. ഇയാൾ ഈ സൗത്ത് സൈഡ് ക്രിപ്സുമായിട്ടും മെയിൻസ്ഫീൽഡ് ക്രിപ്സുമായിട്ടും നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. ക്രിപ്സിൻ്റെ തന്നെ പല സ്ഥലത്തും ഈ ലോസ് ആഞ്ചൽസിലെ പല സ്ട്രീറ്റിലും അവരുണ്ട്. അപ്പോൾ അതിൽ ഓരോ ആൾക്കാരിൻ്റെയാണ് ഈ മെയിൻ ഫീൽഡും സൗത്ത് സൈഡും. ഓക്കെ, ഈ മെയിൻ ഫീൽഡ് ക്രിപ്സിലെ ഒരാൾ ഈ ഡോക്യുമെൻ്ററിയിൽ വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് വെറുതെ പറയല്ല. സിപ്പ് വഴിയാണ് ഡിഡിനെ ഇവർക്ക് പരിചയം. ഈ നീല കളറുള്ള ഗ്യാങ്ങുകളുണ്ടല്ലോ, അവർക്ക് ഡിഡിനെ പരിചയവും ഡിഡിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സിപ്പ് വഴിയാണ്.
അതേപോലെ ഷുഗ് നൈറ്റ് ബ്ലഡ്സിൻ്റെ ആളാണ്. ഓക്കെ, അത് ഓപ്പണായിട്ടും പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ കുറച്ച് ബ്ലഡിൻ്റെ മറ്റേ ചോപ്പ് കളറുള്ള സാധനമൊക്കെ ഇട്ടിട്ട് വരും. അതാണ് ഈ ബെൻഡാനിയും മറ്റേതൊക്കെ ഇപ്പൊക്കെ വെറുതെ സ്റ്റൈലിന് ആൾക്കാർ കെട്ടുമെങ്കിലും ആക്ച്വലി ഇത് കെട്ടിക്കൊണ്ടിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഗ്യാങ്ങിൻ്റെ ആളാണ്, ഞാൻ ഇന്ന ഗ്യാങ്ങിന് അഫിലിയേറ്റഡ് ആണ്, എന്നെ തൊട്ടാൽ വിവരം അറിയും എന്ന് പറഞ്ഞ് അവരുടെ ഒന്ന് വാൺ ചെയ്യാനാണ് ആ ഒരു സംഭവം കെട്ടുന്നത് തന്നെ പണ്ട്. അല്ലാണ്ട് ചുമ്മാ അങ്ങനെ വല്ല നല്ല ചോപ്പ് കളർന്ന് വേണ്ടി കെട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ബും ഒരു വടി കിട്ടും. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷുഗ് നൈറ്റ് ബ്ലഡ്സിൻ്റെ ആളാണ്. ഓക്കെ, ആ ഒരു സംഭവം മനസ്സിലായല്ലോ അവിടെ കിട്ടാൻ. ഇനി അതായത് ഈ റെക്കോർഡ് ലേബലിനൊക്കെ ഇപ്പോൾ കുറേ ആർട്ടിസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഇവരിങ്ങനെ എവിടേക്കെങ്കിലും കോൺസേർട്ടിന് പോകുക, അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ഗ്യാങ്ങുകളുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കും. ടൈപ്പ് ഇവർ തമ്മിൽ എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ ഈ ലീഗലായാലും ഇല്ലീഗലായാലും അത് എല്ലാവർക്കും ഉണ്ട്. അത് ഉള്ള സംഭവം തന്നെയാണ്. ഇനിയാണ് അടുത്തൊരു മെയിൻ സംഭവം, ഒരു വഴിത്തിരിവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ജൂൺ 1996 ഒരു ഡെത്ത് റോൻ്റെ ആൾ ഒരു മോളിൽ വെച്ചിട്ട് വേറെ ഒരാൾ വന്നിട്ട് ആക്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെത്ത് റോൻ്റെ ചെയിനുണ്ട് ഇവരുടെ കഴുത്തിൽ, ഈ ഡെത്ത് റോൻ്റെ ആളുടെ കഴുത്തിൽ. അത് വേണമെന്ന് പറഞ്ഞിട്ട് സൗത്ത് സൈഡ് ക്രിപ്സിലുള്ള ഒരാൾ വന്നിട്ട് പിടിച്ച് വലിക്കുകയാണ്, അയാളെ ആക്രമിക്കുകയാണ്, ആ ചെയിൻ എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് പഫിൻ്റെ ഓർഡറാണ്, പഫ് ഡിഡിൻ്റെ ഓർഡറാണ് ഇത് എന്നാണ് പറയുന്നത്. അതായത് ഒരു സംഭവം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ട്, $5,000 കൊടുക്കുക, ഡെത്ത് റോൻ്റെ മെഡാലിയൻ ബൗണ്ടി. അതായത് ഡെത്ത് റോ മെഡാലിയൻ എന്ന് പറഞ്ഞാൽ ആ ചെയിനാണ്, ആ ചെയിന് കൊണ്ടുവന്ന $5,000 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഡിഡി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ട് പോലീസിൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നം ഇവിടെ തുടങ്ങി മനസ്സിലായല്ലോ. ഒരു സൗത്ത് സൈഡിൻ്റെ ക്രിപ്സിലൊരാൾ ഒരുത്തൻ്റെ ചെയിൻ പിടിച്ച് വലിക്കാൻ നോക്കുന്നു, അപ്പോൾ അത് എടുക്കാൻ നോക്കുന്നു, അത് ആക്രമിക്കുന്നു അവനെ. ഓക്കെ, ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ 3 മാസം കഴിഞ്ഞു കേട്ടോ. സെപ്റ്റംബർ 7 1996 അവിടെയാണ് നമ്മുടെ വലിയൊരു ഇവൻറ്റ് നടക്കുന്നത്. ലാസ് വേഗാസിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ലാസ് വേഗാസിൽ മൈക്ക് ടൈസൻ്റെ ഒരു ഫൈറ്റ് നടക്കണം MGM ഹോട്ടലിൽ. വലിയ ഫൈറ്റാണ്, ഒരുപാട് സെലിബ്രിറ്റീസ്, ആ കാലത്തുള്ള എല്ലാ സെലിബ്രിറ്റീസും അവിടെയുണ്ട്. ഡെത്ത് റോൻ്റെ ഫുൾ ടീംസ് ഉണ്ട് അവിടെ. ഷുഗ് നൈറ്റ് ഉണ്ട്, ടൂപാക്ക് ഉണ്ട്, എല്ലാ ആൾക്കാരും അവിടെയുണ്ട്. അപ്പോൾ ഫൈറ്റ് കഴിഞ്ഞിട്ട്, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മാരക ഫൈറ്റാണ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ടൈസൺ എതിരാളിനെ ഇടിച്ച് പപ്പടമാക്കി. അപ്പം എല്ലാവരും മറ്റേ പവറിൽ നിൽക്കുകയാണ്. അറിയാലോ, ഈ ബോക്സിങ് മാച്ചും ഈ UFC ഫൈറ്റൊക്കെ ഈ MMA ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അഡ്രിനാലിൻ വരില്ല, അതിൽ നിൽക്കുകയാണ്. ഷുഗും ടൂപ്പാക്കും എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ ഒരു ആൾ ഇവരിൻ്റെ കൂടെയുണ്ട്. ആര്? ഈ മോളിൽ ഒരാൾക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഡെത്ത് റോൻ്റെ ഒരാൾ, അത് ഇവരിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അയാൾ ഇവരിനെ വിളിച്ചിട്ട് പറയുന്നത്, ഇത് നോക്ക്, എന്നെ അന്ന് മോളിൽ അടിച്ചു എന്ന് പറഞ്ഞ ആളില്ലേ, അതാണ് ഇവൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ കാണിച്ചു കൊടുക്കുന്നത്. അതാണ് ഓർലാൻഡോ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. സൗത്ത് സൈഡ് ക്രിപ്സിൽ പെട്ട ആളാണ്. അവനെ എന്ത് ചെയ്ത് അടിച്ച് പപ്പടമാക്കി. ആര്? ടൂപാക്കും ഷുഗ് നൈറ്റും ഡെത്ത് റോൻ്റെ എല്ലാ ആൾക്കാരും. അവനെ ഒറ്റയ്ക്ക് കിട്ടിയതാണ്. ഇവൻ ആ മോളിൽ ഇവനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അടിച്ചു. ഇവർക്ക് ഈ ലാസ് വേഗസിൽ ഈ ബോക്സിങ് മാച്ച് കഴിഞ്ഞ് നടന്നുകൊണ്ട് ആ ഒരു CCTV ഫുട്ടേജൊക്കെ ഉണ്ട് MGM ഹോട്ടലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ സംഭവം. ഭയങ്കര സംഭവമാണ്. അതിൽ ഈ ടൂപ്പാക്കും മറ്റുള്ളവരും കൂടെ വന്ന് ഒരു ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെ ഉണ്ട്. അതിൽ ഇവരിനെ ഈ ഓർലാൻഡോ ആൻഡേഴ്സിനെ അടിച്ച് പപ്പടമാക്കി. ആ ദിവസം രാത്രിയാണ്, അതായത് ആ ഓർലാൻഡോ ആൻഡേഴ്സിനെ അടിച്ച് പപ്പടമാക്കി ആ ദിവസം രാത്രിയാണ് ഒരു BMW കാറിൽ ഷുഗ് നൈറ്റും ടൂപ്പാക്കും കൂടി പോകുമ്പോൾ ഏതോ കുറച്ച് ആൾക്കാർ വന്നിട്ട് ടൂപ്പാക്കിനെ വെടിവെച്ച് കൊല്ലുന്നത്. ഷുഗിനും വെടികൊണ്ടു, പക്ഷെ ഷുഗ് മരിച്ചില്ല, ടൂപ്പാക്ക് മരിച്ചു. ആ ദിവസം രാത്രിയാണ് ഈ മൈക്ക് ടൈസൻ്റെ ഫൈറ്റ് കഴിഞ്ഞ് ഓർലാൻഡോ ആൻഡേഴ്സിനെ അടിച്ച് പപ്പടമാക്കി ആ ദിവസം രാത്രി.
അപ്പോൾ ഇനി ഇതിലേക്ക് ഡിഡി എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2006 ഇതൊക്കെ കോൾ കേസാണ്, അതൊന്നും തെളിവില്ലാത്ത കേസുകളാണ്. അപ്പോൾ ഈ ഒരു പോലീസുകാർ ഈ ഇൻ്റർവ്യൂവിൽ വരുന്നുണ്ട്, ആ ആളാണ് ഈ പറയുന്നത്, അയാളാണ് ഈ കോൾ കേസ് അന്വേഷിച്ചത്. ഈ കോൾ കേസ് പറഞ്ഞാൽ തെളിയാത്ത പണ്ടത്തെ കേസുകൾ ഇവരിങ്ങനെ ഇടയ്ക്ക് ഒരു റീ ഓപ്പണിങ് പോലെ ചെയ്യും അവർ തന്നെ. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഒരു പുതിയൊരാൾ വരുന്നത്, കീഫി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരുന്നത്. ഈ കീഫി ഡി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് സൈഡ് ക്രിപ്സിൻ്റെ ആളാണ്. ഈ നാർക്കോട്ടിക്സ് കേസിലാണ് ഇയാളെ പൊക്കിയിരിക്കുന്നത്. ഇയാളുടെ നെഫ്യൂ ആണ് ഓർലാൻഡോ ആൻഡേഴ്സൺ. പിടികിട്ടിയ അത് ഓർലാൻഡോ ആൻഡേഴ്സൺ അടിച്ച് പപ്പടമാക്കിയവനില്ലേ, ആ മോളിൽ പ്രശ്നം ഉണ്ടാക്കിയവൻ, അവൻ്റെ അങ്കിളാണ് ഇയാൾ കീഫി ഡി. അയാളിപ്പോൾ ജയിലിലാണ്. അപ്പോൾ കീഫി ഡിക്ക് ലൈഫ് സെൻറ്റൻസാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്ത്, ഈ പോലീസുകാരൻ, ഈ കോൾ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ, അയാൾ പറഞ്ഞു ഒരു ഡീലുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഞങ്ങളെ ഈ കേസിലൊന്ന് സഹായിക്കും, ടൂപ്പാക്കിൻ്റെ കേസിലൊന്ന് സഹായിക്കും, എന്നാൽ നിനക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു നല്ല ഇതിന് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ കുറച്ച് പരോളോ അല്ലെങ്കിൽ നല്ല ജയിലോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. ഇത് ജയിലുകൾ പല ടൈപ്പ് ഉണ്ടല്ലോ, ഈ പൈസക്കാരനെ കൊണ്ട് ഇടുന്ന ജയിലുകളൊക്കെ ഉണ്ട്, മറ്റേ റിസോർട്ട് പോലത്തെ ജയിലുകൾ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഈ ഇമ്മ്യൂണിറ്റീസ് പോലത്തെ സംഭവങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഡീലുണ്ടാക്കിയിട്ട് നീ കുറച്ച് ഇൻഫർമേഷൻ അന്ന് എന്താ നടന്നത് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് ഇത് നെവർ സീൻ അല്ലെങ്കിൽ നെവർ ബ്രോഡ്കാസ്റ്റഡ് ബിഫോർ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഈ കീഫി ഡിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, കീഫി ഡിയുടെ ഓഡിയോ ആണ് നമ്മളിനി ഈ ഡോക്യുമെൻ്ററിയിലൂടെ കേൾക്കുന്നത്. അതിൽ ആ ഒരു കണക്ഷൻ മനസ്സിലായോ? ഡിഡിൻ്റെ അങ്കിൾ പോലത്തെ ആളാണ് സിപ്പാണ് കീഫി ഡീനെ പരിചയപ്പെടുത്തുന്നത്. സൗത്ത് സൈഡ് ക്രിപ്സിൻ്റെ ആളാണ് കീഫി ഡി. ഈ ഗ്യാങ്ങിനെ പരിചയപ്പെടുത്തുന്നത് സിപ്പാണ് ഡിഡിക്ക്. അപ്പോൾ ഡിഡി ഈ അതിന് പ്രൂഫായിട്ട് പറയുന്ന കീഫി ഡി, അപ്പോൾ ഇത് ചുമ്മാ എനിക്ക് ഡിഡിനെ അറിയാം, എനിക്ക് ഇവനറിയാം പറഞ്ഞ പോലെയല്ല. പ്രൂഫ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അഷറിൻ്റെ ഒരു ഫസ്റ്റ് സോങ് ഉണ്ട്. ആ സോങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷർ ഒരു കാറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ ആണ്. ഡിഡിയാണ് കാർ ഓടിക്കുന്നത്. ആ കാറ് ഇയാളുടെയാണ്, കീഫി ഡിൻ്റെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്തോ എന്നാണ് അയാൾ പറയുന്നത്. അമ്മാതിരി ബന്ധമാണ്. അതായത് ഈ മ്യൂസിക് വീഡിയോനുള്ള കാറ് പോലും ഈ ഗ്യാങ്ങിൽ ഉൾപ്പെട്ട കീഫി ഡിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺസേർട്ടിന് ഇവരിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്യാങ് മൊത്തം, ഈ സൗത്ത് സൈഡ് ഉള്ള ആ ഗ്യാങ്ങിനെ മൊത്തം ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കീഫി ഡി ഉണ്ട്. അന്ന് ഈ ബാഡ് ബോയ്ക്കാർ പാസ്സൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അടിച്ച് പൊളിക്കാൻ വരികയെന്ന് പറഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് ഒരു റൂമിൽ ഇവർ ആഫ്റ്റർ പാർട്ടി പോലെ അടിച്ച് പൊളിക്കുകയാണ്. 10-40 ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരുണ്ട്, ക്രിപ്സിൽപ്പെട്ട ആൾക്കാരുണ്ട്, സിപ്പുണ്ട്, പഫ് ഡാഡി, ഡിഡി ഉണ്ട്, കിഫി ഡി, ഇവരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഡിഡി അനൗൺസ് ചെയ്യണം എല്ലാവരുടെ അടുത്തും. കീഫി ഡി തന്നെ പറഞ്ഞു, ഞാനിത് കേട്ട് അന്തം വിട്ടു, വിവരെന്തൊക്കെയാണ് ഇങ്ങനെ പറയണമെന്നുണ്ട്. അതിനവൻ അനൗൺസ് ചെയ്യണം, ഗീവ് us anything for them dudes heads. അതായത് ആ അവന്മാരുടെ തല കൊണ്ടുവന്നാൽ എന്ത് വേണമെങ്കിൽ തരാം എന്നാണ് പറയുന്നത്. ആരാണ് അവന്മാർ? ടൂപ്പാക്കും ഷുഗും. എന്താ സംഭവം? ഈ അറ്റ്ലാന്റ ഷൂട്ടിങ് കഴിഞ്ഞില്ലേ, ആ കഴിഞ്ഞിട്ടാണ് ഈ കോൺസേർട്ട് നടക്കുന്നത്. ആ സമയത്ത് ജെയ്ക്കിനെ കൊന്നില്ലേ, എന്നിട്ട് ഷുഗ് മറ്റേ ഇവനെ ചോക്ക് ഹോൾഡിലിട്ടിട്ട് ഹ്യൂമൻ ഷീൽഡാക്കി രക്ഷപ്പെട്ടില്ലേ, ആ അറ്റ്ലാന്റ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഡിഡിക്ക് പേടിയുണ്ട് ഷുഗ് ഇവനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അതാണ് സംഭവം. അപ്പോൾ അന്ന് ഇവർ ഒരു അനൗൺസ്മെൻ്റ് നടത്തി, അതിൽ ഇത്ര പേര് കേട്ടിട്ടുണ്ട്. അത് പിന്നെ എന്തെങ്കിലും കള്ളിൻ്റെ പുറത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു പാർട്ടി നടക്കുമ്പോൾ എന്തെങ്കിലും വിവരക്കേടൊക്കെ പറയുമല്ലോ, അത് പറഞ്ഞു എന്ന് വിചാരിക്കുക. അതല്ല, അത് മാത്രമല്ല. ഇനി അടുത്തത് ക്ലീനായിട്ട് പറയുന്നുണ്ട്, ഗ്രീൻ ബ്ലാറ്റ്സ് ഡൽഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇത് മറ്റേ കള്ളിൻ്റെ പുറത്ത് പറയുന്ന പോലത്തെ സംഭവമല്ല. മാൻ ഐ വുഡ് ഗെറ്റ് റിഡ് ഓഫ് ദം ഡ്യൂട്ട്സ്, അതായത് ഹിറ്റ് ദം അപ്പ് ഇറങ്ങിയില്ലേ, ടൂപ്പാക്കിൻ്റെ ഡിസ്ട്രാക്ക് ഇറങ്ങിയില്ലേ ഇവർക്കൊക്കെ എതിരെ, അത് കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ $1 million ചോദിച്ചു കീഫി ഡി ഇവരിനെ തീർക്കാൻ വേണ്ടിയിട്ട്, ഈ 2 പേരിനെ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡീല്
കൊടുത്തു. അന്ന് കീഫിഡി ഉണ്ട്, സിപ്പ് ഉണ്ട്, ഡിഡി ഉണ്ട്. ഈ 3 പേരുണ്ട്. ഈ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി. ആ ഒരു ഹോട്ടലിൻ്റെ പേരും എല്ലാ സംഭവവും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ആ ദിവസം ടൈസൻ്റെ ഫൈറ്റ് നടന്ന ദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ 7, 1996 പോയി കഴിഞ്ഞാൽ അന്ന് കീഫിഡി പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത്, ഈ ഓർലാൻഡോ ആൻഡേഴ്സിനെ അറ്റാക്ക് ചെയ്തല്ലോ ടൂപ്പാക്കും ഷുഗ് നൈറ്റും എല്ലാവരും കൂടെ. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ വിചാരിച്ചു ഇന്ന് തന്നെ നല്ല ദിവസം. ഇവരും ആ സമയത്ത് അവിടെ ഉണ്ട്. ഓക്കെ, അന്ന് കേക്ക് ബറോസ് ഒരു സംഭവം പറയുന്നുണ്ട്. കേക്ക് ബറോസ് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ ദിവസം ഈ മൈക്ക് ടൈസൻ്റെ ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് കുറേ കാറുകൾ പല സ്ഥലത്തു നിന്നായിട്ട് മൾട്ടിപ്പിൾ സിറ്റീസിൽ നിന്ന് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് ലാസ് വേഗാസ് വരെ ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട് കേക്ക് ബറോസിൻ്റെ അടുത്ത് ഡിഡി പറഞ്ഞു എന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞു അപ്പം അത് വിയേർഡായിട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ അതെന്തിനാ അപ്പം അങ്ങനെ പറഞ്ഞ് കുറേ കാറുകൾ അങ്ങോട്ട് പോകാൻ പറ്റും, ലാസ് വേഗാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ലാസ് വേഗാസിലേക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറഞ്ഞാൽ അതൊരു ഡെസേർട്ടിൽ കിടക്കുന്ന സ്ഥലമാണ്. അത് അങ്ങനെ റോഡ് ട്രിപ്പ് പോകാനുള്ള മൈൻഡുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ഈ പൈസക്കാരൊക്കെ ഫ്ലൈറ്റിലും പ്രൈവറ്റ് ജെറ്റിലൊക്കെയല്ലേ പോവുക. പക്ഷെ ഇതല്ല, ഇത് കാറ് പല സിറ്റികളിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡിഡി പറഞ്ഞു എന്ന് കേക്ക് ബറോസ് പറയുന്നുണ്ട്. അത് മാത്രമല്ല, കീഫിഡി പറയുന്നത് ഇവർ ഇന്ന് തന്നെ പണി തീർക്കുക. ഓർലാൻഡോ ആൻഡേഴ്സൺ, അതായത് നെഫ്യൂ ആണല്ലോ, സ്വന്തം നെഫ്യൂ ആണ്. അപ്പം നെഫ്യൂവിനെ അവനെ തല്ലിയോ ഇന്ന് തന്നെ ആ മറ്റവൻ്റെ പണി തീർക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിക്കുമ്പോൾ തോക്കില്ല. ഇവർക്ക് തോക്ക് വേണ്ടേ? തോക്കാരാ കൊടുത്തത്? സിപ്പാണ് കൊടുത്തത്. സിപ്പിൻ്റെ മേഴ്സിഡീസിൽ സീക്രട്ട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ കമ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും തോക്ക് വെക്കും പുള്ളി. ആ തോക്ക് എടുത്തിട്ടാണ് ഇവർക്ക് കൊടുത്തത് കീഫിഡിക്ക്. ഈ കാര്യമൊക്കെ പറയുന്നത് കീഫിഡീൻ്റെ ഓഡിയോ ആണിത് പറയുന്നത്. അത് കേട്ട പോലീസുകാരനും ഇൻ്റർവ്യൂ ഈ ഡോക്യുമെൻ്ററി വരുന്നുണ്ട്. അതേപോലെ കേക്ക് ബറോസ് കുറേ കാർ എടുത്തിട്ട് അങ്ങോട്ട് വിട്ടു എന്ന് പറയില്ല, അത് ചുമ്മാ പറയില്ല. അതിൻ്റെ കണക്ക് ബുക്കിൻ്റെ സ്ക്രീൻഷോട്ട് വരെ ഇതിൽ കാണിക്കുന്നുണ്ട്. അമ്മാതിരി സീനുകളാണ്. വെറുതെ ചുമ്മാ അതാണ് ഈ ഗ്യാങ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അവൻ്റെ ഗ്യാങ് ആയിരിക്കും, ഇവൻ്റെ ഗ്യാങ് ആയിരിക്കും, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പ്രോപ്പറായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇവർക്ക് തന്നെ പണിയാവും. അപ്പോൾ അതാണ് സംഭവം. അതൊക്കെ പ്രോപ്പർ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും പോകുന്നത് 662 എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബുണ്ട്. അപ്പോൾ അവിടെ ഈ ഡെത്ത് റോക്കാർ എല്ലാവരും വരും. ഓക്കെ, അവർ ഇവിടെ വന്നിട്ട് ഒരു പാർട്ടി നടത്തും, അല്ലെങ്കിൽ ഇവരെല്ലാവരും ഇന്ന് വരുന്ന എല്ലാവർക്കും അറിയാം. ക്രെയ്ഗ് മാക്ക് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ചങ്ങായി, മാറാൻ പോകണമെന്ന് പറഞ്ഞ ചങ്ങായി, അയാൾ അന്ന് അവിടെ പെർഫോം ചെയ്യാൻ ഇരുന്നതാണ്, പെർഫോം ചെയ്യേണ്ട ആളാണ്. അപ്പോൾ ഈ ഷുഗ് നൈറ്റും ടൂപ്പാക്കൊക്കെ 662 ഉണ്ടാവുമെന്ന് ഇവർക്കും അറിയാം. അപ്പോൾ കീഫിഡിക്കാർ നേരെ പോവുകയാണ്, 662 പോകുന്നു. അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നു, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു, 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. ഇവരവിടെ എത്തിയിട്ടില്ല, ഇവരെ കാണാനില്ല, ഷുഗിനെയും കാണാനില്ല, ടൂപ്പാക്കിനെയും കാണാനില്ല. പിന്നെ വണ്ടി നോക്കിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ഡ്രിങ്ക്സ് കുറച്ച് 2 അടിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് കള്ള് മേടിക്കുക എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ ഇവർ പറയുന്നു, കീഫിഡി പറയുന്ന ഒരു കഥയാണ്, എന്താ സിനിമ എടുക്കുന്നത് പോലെ. കാർ എടുത്തിട്ട് ലാസ് വേഗസ് ട്രിപ്പിലേക്ക് വരികയാണ്. അപ്പോൾ വരുമ്പോൾ അവിടെ ഒരു ബഹളം. എന്താ ബഹളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗ് നൈറ്റ് ഇവർ മറ്റേ ബോക്സിങ് കഴിഞ്ഞിട്ട് പവറായിട്ട് വരികയല്ലേ, ഇവർ ഷുഗ് നൈറ്റ് എന്ത് ചെയ്ത് മ്യൂസിക് ഭയങ്കര ലൗഡാക്കി വെച്ചത് കൊണ്ട് പോലീസ് സ്റ്റോപ്പ് ചെയ്തു കാറിനെ. എന്നിട്ട് സൗണ്ട് ഇത്തിരി കുറയ്ക്കണപ്പാ എന്ന് പറഞ്ഞിട്ട് ഷുഗ് നൈറ്റിനെ ഒരു വാൻ ചെയ്ത് വിട്ടു. ആ വാൻ ചെയ്യാൻ വേണ്ടി നിർത്തിയപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് പെമ്പിള്ളേരുണ്ടായിരുന്നു. ആ പെമ്പിള്ളേർ ഷുഗിനെ കണ്ടു, ടൂപ്പാക്കിനെ കണ്ടു. ഇപ്പോൾ കീഫിഡി ഇപ്പോഴും അത് ഓർത്ത് പറയാണ്, ഞങ്ങൾ ഡ്രിങ്ക്സ് മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതാ കേൾക്കണത്ര ഒരു സൈഡിൽ നിന്ന് ടൂപ്പാക്ക് ടൂപ്പാക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ പെമ്പിള്ളേർ നിലവിളിക്കണത് കേൾക്കണമെന്ന്. ആ നിലവിളി കേട്ടതുകൊണ്ട് മാത്രമാണ് അന്ന് ടൂപ്പാക്ക് മരിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ പണി നോക്കി പോയിട്ടുണ്ടാവുമെന്ന് കീഫിഡി തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലുണ്ട്. നിങ്ങൾ ആ ഒരു കോയിൻസിഡൻസ് ആലോചിച്ച് നോക്ക്. പാട്ട് വോളിയം കൂട്ടി വെച്ചിട്ട് പോലീസ് തടുത്തിട്ട് അതിന്ന്
അപ്പോൾ ഓക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകാൻ നിൽക്കുമ്പോൾ കുറേ പെൺപിള്ളേർ കണ്ടു, ഇവർ തമ്മിൽ കുറേ സംസാരിച്ചു. അപ്പോൾ പെൺപിള്ളേർ ഭയങ്കര ഇവരിനെ ഇവർക്ക് ഭയങ്കര സ്റ്റാർസ് അല്ലേ, അപ്പോൾ ഇവരെ കണ്ട എക്സൈറ്റഡിൽ നിലവിളിക്കുകയാണ് പേര്. ആ പേര് നിലവിളിച്ചത് ഇവനെ കൊല്ലാൻ വരുന്ന ആൾക്കാർ കേട്ടു. എന്നിട്ട് വണ്ടി തിരിച്ചു പോയി. എന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കീഫിഡിയും ഓർലാൻഡോ ആൻഡേഴ്സണുമാണ് ഷൂട്ട് ചെയ്യുന്നത്. ഏത് അടി കിട്ടിയാൽ വേണ്ടില്ലേ, ഇത് മറ്റേ സീന്, എനിക്ക് അടി കിട്ടി എന്നാൽ പിന്നെ അവർക്ക് തിരിച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ സീൻ. കീഫിഡി പ്രത്യേകം വേറൊരു കാര്യം പറയുന്നുണ്ട്, ഐ ain't നെവർ ടോൾ ദിസ് സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ കഥ അല്ലെങ്കിൽ ഈ നടന്ന കാര്യം ഞാൻ ഇതുവരെ ഒരാളെടുത്തും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് ഈ ഡോക്യുമെൻ്ററിയിലുള്ളത്. അത്രയും സീരിയസ് ആണത്. ആ വെടിവെച്ച ആളാണ് പറയുന്നത്. അയാൾ ജയിലിലാണ്, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ദിവസം ലോസ് ആഞ്ചലസിലേക്ക് മടങ്ങിയെത്തി ഇവരെല്ലാവരും. അപ്പം ഡിഡി സിപ്പിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഈസ് ദാറ്റ് അസ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡിഡി തുള്ളിച്ചാടുകയായിരുന്നു. ഡിഡി സന്തോഷം കൊണ്ട് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് കീഫിഡി പറയുന്നത്. അപ്പോൾ ആ പേയ്മെൻറ്റിൻ്റെ കാര്യം കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതായത് പകുതിയെ പൈസ കൊടുത്തുള്ളൂ, കാരണം ഷുഗ്നൈറ്റ് മരിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡിമാക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതുപോലെ ഒരു ഗ്യാങ് റിലേറ്റഡ് ഒരാളുണ്ട്. അപ്പോൾ അയാൾ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്, ഒരു പേയ്മെൻറ്റ് ഡിഡിയുടെ കയ്യിൽ നിന്ന് സിപ്പ് വഴി ഈ സൗത്ത് സൈഡ് ആൾക്കാരുടെ കയ്യിൽ പോയി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് കൺഫ്യൂഷനാണ്. അതിപ്പോൾ ട്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, അതൊക്കെ ഒരു ക്യാഷ് ആയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എന്താ സിപ്പ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിപ്പ് മരിച്ചു, ക്യാൻസറായിട്ട് മരിച്ചു. ഓർലാൻഡോ ആൻഡേഴ്സന് വെടിയും കിട്ടി. അവൻ 1998 വെടിവെച്ചു. കണ്ട, അതൊക്കെ ആരായിരിക്കും? ഷുഗിൻ്റെ ആൾക്കാരായിരിക്കും. വെടിവെച്ചു, ആരാണെന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലത്തെ വള്ളിക്കേസിൽ പോയി പെട്ടായിരിക്കും. കീഫിഡി എപ്പോഴും അവിടെയാണ്, ജയിലിലാണ്. അപ്പോൾ ഇപ്പോൾ ഇത് അറിയുന്ന 2 വ്യക്തികളേ ഉള്ളൂ, ഡിഡിയേ ഉള്ളൂ, കീഫിഡിയേ ഉള്ളൂ. ബാക്കി ഓർലാൻഡോ ആൻഡേഴ്സണും മരിച്ചു, സിപ്പും മരിച്ചു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന 2 പേർക്ക് ഈ കാര്യം അറിയുള്ളൂ, ഡിഡിക്കും കീഫിഡിക്കും. ഇനി ഏറ്റവും വലിയ തോന്നിയവാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, മസിൽ ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഓക്കെ, ഡിഡിയുടെ റെക്കോർഡിലുള്ള ഒരു പാട്ടാണ്, ബ്ലാക്ക് റോബ് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായിൻ്റെ പാട്ടാണ് മസിൽ ഗെയിം എന്ന് പറഞ്ഞിട്ട്. അതിൽ ആദ്യം ഡിഡി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ റാൻഡമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് കേട്ടോ, എന്താ പറയുന്നത് കേട്ടോ. ഇറ്റ്സ് 1999, fuck with me, I will drop $1 million on your head, erase you and your family, gonna start making y'all n-word disappear now. അതായത് ഹീസ് ആക്ച്വലി അഡ്മിറ്റിങ്, ഞാൻ $1 million കൊടുത്തു, നീ എന്നോട് കളിക്കണ്ട, നോ മോർ ഗുഡ് ഗൈ, അതായത് ഞാൻ ഇനിയോട്ട് മറ്റേ ആളല്ല, വേറെ സീനാണെന്ന് പറയണം. ഇപ്പം അത് നോക്കുമ്പോൾ ഇത് അതല്ലേ, ഇത് ഡിഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് പറയണ്ടേ, എന്നാലേ ഒരു ഇതാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡിഡി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ആരും തപ്പിയൊന്നും പോകണ്ട, ഞാൻ തന്നെ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ബിഗ്ഗി എങ്ങനെ മരിച്ചു നോക്കാം. അതിൻ്റെ പിന്നിലും ഈ ഡിഡിയുടെ കറുത്ത കരങ്ങൾ അല്ലെങ്കിൽ ഡിഡിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പറഞ്ഞുതരാം. 6 മാസം കഴിഞ്ഞു കേട്ടോ, ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ടൂപ്പാക്ക് മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. മാർച്ച് 1997 ഓക്കെ. അതായത് ഈ ഇവരുടെ റൈവലറി പീക്കിലെത്തി നിൽക്കുകയാണ്, ഭയങ്കര പ്രശ്നം നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ന്യൂയോർക്കുകാരൻ്റെ അടുത്ത് വാർണിംഗ് കൊടുത്തു, കാലിഫോർണിയയിലേക്ക് വരരുത്, ലോസ് ഏഞ്ചലസിലേക്ക് വരരുത്, നിങ്ങൾക്ക് പണി കിട്ടും എന്ന് വാൺ ചെയ്തു. കോമൺ നോളേജ് അല്ലേ, പ്രശ്നം ഉണ്ടായിരിക്കുമ്പോൾ ആരെങ്കിലും ആ മറ്റേ ശത്രു ഉള്ള സ്ഥലത്ത് പോവോ? ഇല്ല. പക്ഷേ ഇവർ പോയി, ഈ വാർണിംഗ് ഒന്നും കണക്കാക്കാണ്ട് ഇവർ പോയി. ഈ ബിഗ്ഗിയുടെ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ട്. ഓക്കെ, ആ ആൽബം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പോവാണ്. അതിൽ ഈ സോൾ ട്രെയിൻ മ്യൂസിക് അവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് അവാർഡ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പോകുന്നു, അതിലൊക്കെ ബൂ ചെയ്യാൻ ആൾക്കാർ. ഇവർ വരുമ്പോൾ, ഇവർ സ്റ്റേജിൽ കയറുമ്പോൾ, ബാഡ് ബോയ് റെക്കോർഡ്സിൽ ആൾക്കാർ സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും ബൂ ചെയ്യണം. ആർക്കും ഇവരുടെ ഇഷ്ടമല്ല. ഐ മീൻ ന്യൂയോർക്ക് ഇവിടെയാണല്ലോ, ലോസ് ആഞ്ചലസിലാണല്ലോ. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്ക് ഇവരിന് ഇഷ്ടമല്ല. അപ്പോൾ ഇവർ ഫുള്ള് കൂക്കി വിളിക്കുകയും പരിപാടിയൊക്കെയാണ് മൊത്തത്തിൽ. അപ്പോൾ കേർക്ക് ബറോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പരിപാടി കഴിഞ്ഞിട്ട് ഈ മ്യൂസിക് അവാർഡ് കഴിഞ്ഞ്, സോൾ ട്രെയിൻ മ്യൂസിക് അവാർഡ്സ് കഴിഞ്ഞ് അടുത്ത ദിവസം 8-ാം തീയതി, മാർച്ച് 8-ാം തീയതി 1997 ബിഗ്ഗി സ്മോൾസ്, നൊട്ടോറിയസ് B.I.G. ലണ്ടനിലേക്ക് പോകാൻ നിൽക്കുകയാണ്.
കെർക് ബറോസ് ആണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ടിക്കറ്റ് അടക്കം എടുത്തു വെച്ചത്. എന്തിനാണ്? ആദ്യത്തെ ബാഡ് ബോയ് റെക്കോർഡ്സിൻ്റെ ആർട്ടിസ്റ്റാണ് യൂറോപ്പിൽ പോയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അവരുടെ പുതിയ ആൽബം ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആൽബം പ്രൊമോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ആയിട്ട് കാര്യമാണ്. കാരണം UK ഈ US മ്യൂസിക്കൊന്നും അത്ര പോപ്പുലർ അല്ല. അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഈ ഒരു ലണ്ടൻ ടൂർ നടന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഒരു സംഭവമായി മാറും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര ഒരുപാട് ഇതിങ്ങനെ പെട്ടെന്ന് നടക്കാൻ പറ്റില്ലല്ലോ. അവിടെ പ്രൊമോട്ടേഴ്സിനെ കണ്ടുപിടിക്കണം, അവിടുത്തെ ആൾക്കാരെ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കണം, കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ചെയ്തത് കെർക് ബറോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പുള്ളിക്കാരൻ അത്രയും സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് ലണ്ടനിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അടുത്ത ദിവസം ഈ അവാർഡ് നൈറ്റ് കഴിഞ്ഞിട്ട് ബിഗ്ഗിയും ആക്ച്വലി നമുക്ക് പോവാൻ പൊളിക്കാമെന്ന് കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഡിഡിയുടെ തോന്നിവാസം. ഡിഡിക്ക് എന്ത് ചെയ്യണം? 8-ാം തീയതി രാത്രി ഒരു പാർട്ടി നടത്തണം. എവിടെ? ശത്രുവിൻ്റെ ടെറിട്ടറിയിൽ, എനിമി ടെറിട്ടറി കയറിയിട്ട് ഒരു പാർട്ടി നടത്തണം. അതാണ് ഹീറോയിസം എന്നാണ് ഡിഡി പറയുന്നത്. എന്നിട്ട് ബിഗിനെ പോകാൻ വിട്ടില്ല. നീ ഒരു ദിവസം കൂടി നിൽക്ക്, നമുക്കൊരു കളി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബിഗി വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യാണ് ലോസ് ഏഞ്ചൽസിൽ. എനിമി ടെറിട്ടറിയിൽ ഈ പീക്ക് റൈവലറിൻ്റെ സമയത്ത് എമ്മാതിരി തോന്നിയ ദിവസമാണ്. ആരെങ്കിലും ചെയ്യുമോ? ആ ദിവസം രാത്രിയാണ് ബിഗി പാർട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ആൾക്കാർ വെടിവെക്കുന്നു. ബിഗി മരിച്ചു. ഡിഡിക്ക് ഒരു കുഴപ്പമില്ല. ഡിഡി ഉള്ളിൽ പാർട്ടി ഫ്രീക്ക് ഓഫ് നടത്തിയിരിക്കും. അങ്ങനെയാണ് ബിഗി മരിക്കുന്നത്. അപ്പോൾ ബിഗി മരിക്കുന്നതിൻ്റെ കാരണക്കാരനും ഡിഡിയാണ്. മിണ്ടാണ്ട് ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതെങ്കിലും കിട്ടി. ഇപ്പോൾ ചങ്ങായി ജീവനോടെ ഉണ്ടാവും. 2 മരണത്തിൻ്റെ പിന്നിലും ഡിഡിയാണ്. ഇനി വേറൊരു തോന്നിയ ദിവസം ഈ ഡിഡിയുടെ ഫ്യൂണറലുണ്ടല്ലോ. ഡിഡിയുടെ ഫ്യൂണറൽ ഭയങ്കര സംഭവമായിട്ട് നടത്തണം എന്നൊക്കെയാണ് ഡിഡി എല്ലാവരോടും പറഞ്ഞത്. പക്ഷേ ഡിഡി ഒരു രൂപ പോലും എടുത്തിട്ടില്ല. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്, റെക്കോർഡ് ലേബലിലെ മെയിൻ ആളൊക്കെയാണ്. ഒരു രൂപ പോലും എടുത്തിട്ടില്ല. ബിഗിയുടെ തന്നെ പൈസ എടുത്തിട്ടാണ് ആ ഫ്യൂണറൽ മൊത്തം നടത്തിയത്. പക്ഷേ ക്രെഡിറ്റ് മുഴുവൻ പോയതായിരിക്കാണ് ബാഡ് ബോയ് റെക്കോർഡ്സിനും ഡിഡിക്കും. ഫ്യൂണറൽ പോലും നടത്തി കൊടുത്തിട്ടില്ല. ഫുൾ പൈസ മുഴുവൻ എടുത്തത് ബിഗിയുടെ തന്നെ പൈസ. എന്നിട്ടാണ് ആ മറ്റേ കോൺട്രാക്റ്റ് അവർ കറക്റ്റ് ചെയ്ത്, കോൺട്രാക്റ്റ് ഈ വീട്ടുകാർക്ക് കൊടുക്കുമ്പോൾ കോൺട്രാക്റ്റ് അതിൽ കുറച്ച് കറക്ഷൻസൊക്കെ വരുത്തണം, അത് കുറച്ച് കള്ളത്തരമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് കെർക് ബറോസിനെ പുറത്താക്കിയത്. ഇതാണ് ഡിഡിൻ്റെ ലോകം. ഇത് ഭയങ്കര അലിഗേഷൻസാണ്. ഡിഡിക്ക് ഇത് ആക്ച്വലി ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രശ്നമാവും. ജയിലിൻ്റെ ഉള്ളിലും കുറേ ഗ്യാങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഗ്യാങ്ങിൽ ഉള്ളവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഈ ഗ്യാങ് പരിപാടി തന്നെ. അപ്പോൾ ഇതൊക്കെ പക്ഷെ ഡിഡി ഉള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ജയിലാണെന്ന്. അത് എന്തോ ഈ പൈസക്കാരനെ കിട്ടുന്ന ജയിലാണ്. മറ്റേ ഈ FTXൻ്റെ ഒരു സ്കാമർ ഉണ്ടല്ലോ, ഈ ക്രിപ്റ്റോ സ്കാമർ, അവനൊക്കെ അവിടെയാണ്. അവരും എന്താണ് ജയിൽ മെയ്റ്റ്സ് ആണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനത്തെ ജയിലാണത്. പക്ഷേ ഇതൊക്കെയാണ് സംഭവം. ഇതൊക്കെയാണ് ഈ ഡോക്യുമെൻ്ററിയിലുള്ളത്. ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് സംഭവം.